ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിലെ സ്വകാര്യ മേഖലയിൽ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 30 മുതൽ ഏപ്രിൽ 1 വരെ 3 ദിവസമാണ് അവധി. രാജ്യത്തെങ്ങുമുള്ള സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും ഈ അവധി ബാധകമാണെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. അതേസമയം റമദാൻ 30 പൂർത്തിയാക്കുകയാണെങ്കിൽ അവധി ഏപ്രിൽ 2 വരെ നീട്ടുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതിനാൽ ഷവ്വാൽ മാസത്തെ ചന്ദ്രക്കലയെ ആശ്രയിച്ചിരിക്കും അവധി തീരുമാനിക്കുന്നത്. ഇത് ജീവനക്കാർക്ക് 4-5 ദിവസത്തെ അവധി ലഭിക്കുന്നതിന് കാരണമാകും. ഇസ്ലാമിക മാസങ്ങൾ ചന്ദ്രൻ കാണുന്ന സമയത്തെ ആശ്രയിച്ച് 29 അല്ലെങ്കിൽ 30 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. യുഎഇയിലെ ചന്ദ്രക്കല നിരീക്ഷണ സമിതി ഈ മാസം 29-ന് ചന്ദ്രക്കല നിരീക്ഷിക്കാൻ തുടങ്ങും. അന്ന് വൈകിട്ട് ചന്ദ്രക്കല കണ്ടാൽ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 30, 31, ഏപ്രിൽ 1 തീയതികളിൽ പെരുന്നാൾ അവധി ദിവസങ്ങൾ വരും. അതിൻ്റെ ഫലമായി 4 ദിവസത്തെ ഇടവേള ലഭിക്കും. ദുബൈ ജ്യോതിശാസ്ത്ര ഗ്രൂപ്പിന്റെ ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകൾ അനുസരിച്ച് റമദാൻ 30 ദിവസം പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട്. പൊതുമേഖലാ ജീവനക്കാർക്കും സമാനമായ അവധി ദിവസങ്ങൾ ലഭിക്കും. പൊതു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് യുഎഇയിൽ നടപ്പിലാക്കിയ ഏകീകൃത അവധിക്കാല നയം എല്ലാവർക്കും വർഷം മുഴുവൻ തുല്യ അവധികൾ ഉറപ്പാക്കുന്നു. ജാനുവരിയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തെ യുഎഇ ശക്തമായി അപലപിച്ചു. ഗാസ മുനമ്പിലെ മാനുഷിക ദുരന്തം കൂടുതൽ വഷളാക്കുകയും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്ന ഏതൊരു സൈനിക സംഘർഷത്തിൻ്റെയും അനന്തരഫലങ്ങളെക്കുറിച്ച് യുഎഇ മുന്നറിയിപ്പ് നൽകുന്നതായും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംഘർഷം തടയുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് യുഎഇ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ കൈവരിക്കുന്നതിനും സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനുമുള്ള അടിയന്തര ശ്രമങ്ങൾ നടപ്പിലാക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണം. മനുഷ്യജീവനുകൾക്ക് ഭീഷണിയായ ശിക്ഷാ നടപടികൾ അവസാനിപ്പിക്കുക, വൈദ്യുതി പുനഃസ്ഥാപിക്കുക, ക്രോസിംഗുകൾ തുറക്കുക, മാനുഷിക സഹായത്തിന്റെ അടിയന്തരവും സുസ്ഥിരവും തടസ്സമില്ലാത്തതുമായ വിതരണം എളുപ്പമാക്കുക എന്നിവയുടെ പ്രാധാന്യം യുഎഇ ആവർത്തിച്ചു. ഇരുപക്ഷവും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പുനരാരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയും യുഎഇ ഊന്നിപ്പറഞ്ഞു. കൂടാതെ സിവിലിയന്മാർക്കും ജനവാസ മേഖലകൾക്കും നേരെയുള്ള തുടർച്ചയായ ഇസ്രായേലി വ്യോമാക്രമണങ്ങൾ അധിനിവേശ ഫലസ്തീൻ പ്രദേശത്തെ സ്ഥിതിഗതികൾ വഷളാക്കുമെന്നും കൂടുതൽ ആക്രമണത്തിലേക്കും അസ്ഥിരതയിലേക്കും മേഖലയെ നയിക്കുമെന്നും യുഎഇ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ച അറബ് രാജ്യങ്ങളിലൊന്നാണ് യുഎഇ. കണ്ണ് മാത്രം പുറത്തു കാണുന്ന രീതിയിലുള്ള മുഖാവരണം അഥവാ നിഖാബ് ധരിച്ച് വാഹനമോടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ നടപടിയുമായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്തെ ഗതാഗത നിയമപ്രകാരം വാഹനമോടിക്കുമ്പോൾ നിഖാബോ ബുർക്കയോ ധരിക്കുന്നതിന് വിലക്ക് നിലവിലുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വിലക്ക് ലംഘിച്ചാൽ 30 മുതൽ 50 കുവൈറ്റ് ദിനാർ വരെ പിഴ ഈടാക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കേസിന് മുമ്പുള്ള അനുരജ്ഞന പദ്ധതി പ്രകാരം ഈടാക്കുന്ന തുക 15 ദിനാറായും നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിയമലംഘനത്തിന് തടവ് ശിക്ഷയില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വാഹനമോടിക്കുമ്പോൾ കണ്ണ് മാത്രം പുറത്ത് കാണുന്ന രീതിയിലുള്ള നിഖാബ് ധരിക്കുന്നത് ഡ്രൈവറുടെ കാഴ്ചയെയും ഏകാഗ്രതയെയും തടസ്സപ്പെടുത്തുകയും അതുവഴി വാഹനാപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു പുറമെ നിഖാബ് ധരിക്കുമ്പോൾ ഡ്രൈവറുടെ കണ്ണ് ഒഴികെയുള്ള മുഖഭാഗങ്ങൾ മറയുന്നതിനാൽ നിരീക്ഷണ ക്യാമറകളിലൂടെ ഡ്രൈവർമാരെ തിരിച്ചറിയുക പ്രയാസമാണെന്നതും ഇത്തരമൊരു തീരുമാനത്തിന് കാരണമായതായി മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറെക്കാലമായി നേരിടുന്ന ഒരു വെല്ലുവിളിയായിരുന്നു ഇത്. പുതിയ നിയന്ത്രണം നിലവിൽ വന്നതോടെ ഗതാഗത നിയമ നിർവഹണവും ഗതാഗത നിരീക്ഷണവും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ എളുപ്പമാകും. 1984 മുതൽ കുവൈറ്റിൽ വാഹനമോടിക്കുമ്പോൾ നിഖാബ് അല്ലെങ്കിൽ ബുർക്ക ധരിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. എന്നാൽ ഇത് പൂർണ്ണമായ രീതിയിൽ പാലിക്കപ്പെടാറില്ല. ഈ രീതി ഗതാഗത നിയമലംഘനമാണോ എന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നുവന്ന ചർച്ചകൾക്ക് മറുപടിയായാണ് ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്.
മുഖം മറയ്ക്കുന്നത് ഡ്രൈവർമാരെ തിരിച്ചറിയുന്നത് പോലീസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ സുരക്ഷാ കാരണങ്ങളാലാണ് ഈ നടപടി ആദ്യം നടപ്പിലാക്കിയതെന്നും മന്ത്രാലയം വിശദീകരിച്ചു. എങ്കിലും ആവശ്യമായ സന്ദർഭങ്ങളിൽ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഡ്രൈവറുടെ ഐഡന്റിറ്റി പരിശോധിക്കുകയാണ് നിലവിൽ സ്വീകരിക്കുന്ന രീതി. ഇത് പലപ്പോഴും നിയമപാലനത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്നും അധികൃതർ കണ്ടെത്തി. ഇതേ തുടർന്നാണ് വാഹനമോടിക്കുന്നവർക്ക് നിഖാബ് വിലക്കുന്ന നിയമം കർശനമായി നടപ്പിലാക്കാൻ അധികൃതർ മുന്നോട്ട് വരുന്നത്. ചില കുറ്റവാളികൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിക്കാൻ നിഖാബ് ധരിക്കാനുള്ള സാധ്യതയും പുതിയ തീരുമാനത്തിന് പിന്നിലുണ്ട്. മസ്കറ്റിലെയും പരിസരങ്ങളിലെയും 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കായുള്ള രണ്ടാം ഘട്ട അപേക്ഷാ സമയം വ്യാഴാഴ്ച ആരംഭിക്കും. www.indianschoolsoman.com വെബ്സൈറ്റിൽ അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കും. അപേക്ഷിക്കുന്ന ഘട്ടത്തിൽ അതത് സ്കൂളുകളിലെ സീറ്റ് ലഭ്യതയും അറിയാം. ഒന്നാം ഘട്ടത്തിൽ നറുക്കെടുപ്പിലൂടെ അവസരം ലഭിച്ച വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിച്ചിരുന്നു. 6000-ൽ പരം സീറ്റുകളിലേക്കായി 3500-ൽ പരം അപേക്ഷകൾ മാത്രമാണ് ഇത്തവണ ലഭിച്ചതെന്നാണ് വിവരം. 7 ഇന്ത്യൻ സ്കൂളുകളിലായി ഇത്തവണ 6504 സീറ്റുകളാണുണ്ടായിരുന്നത്. KG ക്ലാസുകളിലാണ് കൂടുതൽ സീറ്റുകൾ. പുതിയ അപേക്ഷകരിൽ കൂടുതൽ ബാൽവത്തിക മുതൽ 2ാം തരം വരെയുള്ള ക്ലാസുകളിലേക്കാണ്. രണ്ടാം ഘട്ടത്തിലും ഇന്ത്യക്കാരല്ലാത്ത ഒമാൻ റെസിഡൻസി വിസയുള്ള പ്രവാസി വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ സ്കൂളുകളിൽ അഡ്മിഷന് അപേക്ഷിക്കാം. അപേക്ഷിക്കുന്ന സ്കൂളുകളിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമാകും പ്രവേശനം. അല്ലാത്തപക്ഷം സീറ്റ് ലഭ്യമായ മറ്റ് സ്കൂളുകളെ ആശ്രയിക്കാം. ഒമാനിൽ താമസ കെട്ടിടങ്ങളുടെ വാടക കുത്തനെ കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തിന്റെ 3ാം പാദത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളുടെ വാടക നിരക്ക് 6.9% കുറഞ്ഞതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. വില്ലകളുടെ വാടക നിരക്ക് 2.5% ഉയരുകയും ചെയ്തു. മസ്കറ്റ് ഗവർണറേറ്റിൽ ഉൾപ്പെടെ നിരവധി ഫ്ളാറ്റുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. ചെലവ് കുറഞ്ഞ പകരം താമസ കേന്ദ്രങ്ങളാണ് പലരും ഇഷ്ടപ്പെടുന്നത്. നിലവിലെ വാടകക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ സ്ഥിരീകരിക്കേണ്ട അവസ്ഥയിലാണ് കെട്ടിട ഉടമകൾ. കുട്ടികളുടെ സൗകര്യത്തിനായി സ്കൂളുകൾക്ക് അടുത്തുള്ള അപ്പാർട്ട്മെന്റുകളാണ് കുടുംബം താമസിക്കുന്ന പ്രവാസികൾ താൽപ്പര്യപ്പെടുന്നത്. യുവ ഒമാനി കുടുംബങ്ങൾ ദൂരം പ്രശ്നമാക്കുന്നില്ലെങ്കിലും അമറാത്ത്, ബോഷർ, ഗാല തുടങ്ങിയ പ്രദേശങ്ങളാണ് കൂടുതലായും തിരഞ്ഞെടുക്കുന്നത്. വാരാന്ത്യങ്ങളിൽ സ്വന്തം കുടുംബത്തിലേക്ക് എളുപ്പം പോകാനും സാധിക്കും. ഇവിടങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാണ്. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ താമസ കെട്ടിടങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മസ്കറ്റ് ഗവർണറേറ്റിലെ അമറാത്ത് വിലായത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കായി അൽജൂദ് റോഡ് ഭാഗികമായി അടച്ചു. അൽ യസാൻ റൗണ്ടബൌട്ട് മുതൽ ഒമാൻ ക്രിക്കറ്റ് അക്കാദമിയുടെ ഭാഗത്തേക്കുള്ള പാതയാണ് അടച്ചിരിക്കുന്നത്. ഈ മാസം 23 ഞായറാഴ്ച വൈകുന്നേരം വരെ റോഡ് അടഞ്ഞുകിടക്കും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.